ഹായ്, നമുക്കിന്ന് കക്ക ഫ്രൈ ട്രൈ ചെയ്താലോ? അപ്പോൾ ആദ്യം നമുക്ക് കക്ക എങ്ങനെ നന്നാക്കണേന്ന് നോക്കാം. ആദ്യം കക്കയിറച്ചി ജസ്റ്റ് ഒന്നിങ്ങനെ നെക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള അഴുക്ക് ഇങ്ങനെ പോരും. അപ്പോൾ ചില വിദഗ്ധരൊക്കെ പറയുന്നത് ഇതൊരു കാൽഷ്യം സെഡിമെന്റേഷൻ ആണ്, അതൊരു അഴുക്കല്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ വയറിന് ദഹനക്കേട്, ഗ്യാസ് പ്രോബ്ലം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് മാക്സിമം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ. ഇതപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമുക്ക് നന്നാക്കി കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം നമുക്കിനി ഇത് വേവിക്കാനായിട്ട് വെക്കാം. അത് ഉപ്പിൽ വറ്റിച്ചെടുക്കാനാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം നമ്മൾ വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ദഹനത്തിന് വളരെ നല്ലതാണ് കേട്ടോ. Washing the cleaned clams and cooking with chopped ginger, garlic, chilies, black pepper, turmeric, salt and boil it until dry. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ ഇളക്കി അതൊന്ന് മൂടി വേവിക്കാൻ വേണ്ടി വെക്കാം. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും പയ്യെ ഒന്ന് തീ കുറച്ച് അതൊന്ന് പയ്യെ വെന്ത് വരാനായിട്ട് നോക്കാം. നല്ല വേവുള്ളതാണ്. ചിലവരിത് കുക്കറിൽ തന്നെ വേവിച്ചെടുക്കാറുണ്ട്. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് വെന്തോന്ന് നോക്കിയതിന് ശേഷം നമുക്കത് അടച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് താളിക്കാം. Then saute it with onions and coriander powder, paprika and garam masala. ഇനി അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി 1 വലിയ ടേബിൾ സ്പൂൺ, പിന്നെ ഗരം മസാല കുറച്ച് കക്കർച്ചി ഇപ്പോൾ താളിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. അതാണ് ഞാൻ അത്രയും ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ എരിവിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് ഇനി നമുക്ക് വെന്തിരിക്കുന്ന കക്കർച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കക്കർച്ചി ആദ്യം ഒന്ന് ഇളക്കി ഒന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇനിയൊന്ന് തീ കൂട്ടി കൊടുക്കാം. തീ കൂട്ടി കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ തീ ഒന്ന് അല്പം കൂട്ടി കൊടുക്കാം. ഇതൊന്ന് കുറച്ച് നേരം പൊട്ടണ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. കണ്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ ഒരു 5 മിനിറ്റോളം വെച്ചാൽ മതി. ചിലവർക്ക് മുരി കൂടുതലാണെങ്കിൽ കുറച്ച് അധികം നേരം വെക്കാം. പക്ഷേ അധികം നേരം നമ്മൾ ആ ചട്ടിയിലോട്ട് വെക്കരുത്. ചിലപ്പോൾ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വേണം കക്കയിറച്ചി എടുക്കാൻ. അപ്പോൾ കക്കയിറച്ചി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സീ ഫുഡാണ്. അല്ലെങ്കിൽ സത്യം പറയാൻ കറി തന്നെയാണ്. കക്കയിറച്ചി ഉണ്ടെങ്കിൽ എനിക്ക് വേറെ കറി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് കക്കയിറച്ചി. ഇനി നമുക്ക് ചോറിലങ്ങോട്ട് പിടിപിടിച്ച് നോക്കിയാലോ. ചോറിലേക്ക് നമുക്ക് ആവശ്യത്തിന് കക്കയിറച്ചി ഇട്ട് നല്ല കുഴച്ചങ്ങോട്ട് പിടിപിടിച്ചങ്ങോട്ട് എടുക്കുമ്പോണ്ടല്ലോ, സ്വർഗം കാണും, സ്വർഗം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കക്കയിറച്ചി കേട്ടോ. കക്കയിറച്ചി ഇഷ്ടമുള്ളവരുണ്ടോ? എങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്യട്ടോ.